തൃശൂർ ജില്ലയിലെ 2 പഞ്ചായത്തുകളിൽ ദുരിതം വിതയ്ക്കുന്ന സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പാണഞ്ചേരി, മാടക്കത്തറ പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് മാലിന്യ പ്ലാന്റ് കൊണ്ട് പൊറുതിമുട്ടുന്നത്. മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസ് നൽകിയെങ്കിലും മാലിന്യ സംസ്കരണം തുടരുക തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ പറയും അവിടുത്തെ കാഴ്ചകൾ. ഒരു സ്വകാര്യ മാലിന്യ പ്ലാന്റ് 2 പഞ്ചായത്തുകളിലാക്കുന്ന ദുരവസ്ഥയ്ക്കെതിരെയാണ് ജനങ്ങളിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാണഞ്ചേരി അതുപോലെ തന്നെ മാടക്കത്തറ പഞ്ചായത്തുകൾക്ക് ദുരിതം വിതയ്ക്കുന്നതാണ് സ്വകാര്യ മാലിന്യ പ്ലാന്റ് എന്നതാണ് പ്രധാനമായും പരാതിപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അംഗങ്ങളും രാഷ്ട്രീയ കക്ഷിഭേദമന്യേ സമരത്തിലാണ് ഇവിടെ. എന്താണ് യഥാർത്ഥ പ്രശ്നം ഇവിടെ? പാണഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൻ്റേതായിട്ടുള്ള ലൈസൻസോ പെർമിറ്റോ നമ്പറോ ഒന്നും ഇല്ലാതെയാണ് അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പരാതി പഞ്ചായത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാണഞ്ചേരി പഞ്ചായത്തായിട്ട് ആലോചിക്കുകയും അവരെത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് മെമ്മോ സെക്രട്ടറി കൊടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇതിപ്പോഴും റണ്ണിങ്ങിലാണ്. കുറേ മാസങ്ങളോളം പഴകിയ വസ്തുക്കളാണ് ഈ വരുന്നത്. ചിക്കൻ്റെ വേസ്റ്റും മറ്റുള്ള വേസ്റ്റുകളാണ്. ഇതെല്ലാം അഴുകി പുഴുകി വന്ന് വണ്ടിയിലൂടെ ഇതിലെല്ലാം ബ്ലഡും വേസ്റ്റും ഇറങ്ങി. ഇതെല്ലാം ബ്ലീച്ചിങ് പൗഡറും അതുപോലെ തന്നെ മറ്റു കുമ്മായൊക്കെ ഇട്ട് റോഡൊക്കെ വൃത്തിയാക്കിയിരിക്കുകയാണ് ആളുകൾ. പാണഞ്ചേരി പഞ്ചായത്ത് സ്റ്റോക്ക് മെമ്മോ കൊടുത്തിട്ടും ഇന്നലെയും വാഹനം ഓടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളോടൊപ്പമാണ് പഞ്ചായത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിട്ട് പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് ഇത് പൂട്ടേണ്ടതാണ് എന്നുള്ള റിപ്പോർട്ടാണ് കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. ഇത്രയും 2 പഞ്ചായത്തുകൾ ശക്തമായി തീർക്കും, എന്നിട്ട് ഇതിന് പുറകിൽ ആരുള്ളത്? പാണഞ്ചേരി പഞ്ചായത്ത് അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് മറുപടി തന്നിട്ടുള്ളത്. പക്ഷെ അത് കൂടുതലായിട്ട് ഒന്നുകൂടെ കാര്യക്ഷമമായിട്ട് ഒന്നുകൂടെ പരിശോധിക്കേണ്ടി വരും. ഒരു പഞ്ചായത്തിൽ അനധികൃതമായിട്ട് ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്ഥാപനമല്ല, സംസ്കരണ യൂണിറ്റ് അല്ല. അല്ലാതെ സാധാരണ ഒരു മനുഷ്യന് കയറി കിടക്കാൻ ഒരു ഷെഡ് വെക്കണമെങ്കിൽ തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിലെ നിയമം അനുസരിച്ച് പാലിച്ചേ പറ്റൂ. ഇതിനിടയിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അവരറിയാതെ വരില്ല. ഒന്നുകൂടെ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്ന. ഏതായാലും വലിയ പ്രക്ഷോഭത്തിൽ തന്നെയാണ്. സ്വകാര്യ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടും വരെ സമരം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശൂർ.